ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഫോർമാലിറ്റികളൊന്നുമില്ല. പ്രണയിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഫോർമാലിറ്റി ഇല്ലാതെ സംസാരിക്കും. ആയതുപോലെ സങ്കീർത്തനങ്ങളിലും ആ ഒരു മെത്തഡോളജി തന്നെ കാണാൻ സാധിക്കും. വിഷമം തോന്നുമ്പോൾ തുറന്നു പറയുക, സന്തോഷം വരുമ്പോൾ പ്രകടിപ്പിക്കുക, ആ വാദപ്രതിവാദങ്ങൾക്കിടയിൽ നിന്ന് തെളിവാകുന്ന കാര്യങ്ങളെ സാക്ഷിക്കുക, ഇതെല്ലാം ഇതിൻ്റെ അകത്തിലുണ്ട്. 22-ാം സങ്കീർത്തനം ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു വാദപ്രതിവാദ രീതിയിലാണ് പോകുന്നത്. ഭക്തൻ തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മറുപടി ഭൗതികമായി കേൾക്കുന്നില്ല, ശക്തമായ തിരുത്തലുകളൊന്നും നടത്തുന്നില്ല. പക്ഷേ ഭക്തനെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും ഓർത്തോണം, കുറേയേറെ പരാതികളൊക്കെ പറഞ്ഞതിന് ശേഷവും വീണ്ടും അടുത്തതായിട്ട് പറയുകയാണ്, ഒരു വലിയ പ്രാർത്ഥന നടത്തുകയാണ്. എന്തൊക്കെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും തനിക്ക് പറയാനുള്ള അഭയസ്ഥാനം സർവേശ്വരൻ മാത്രമേ ഉള്ളൂ, എൻ്റെ ദൈവമേ ഉള്ളൂ എന്നുള്ളൊരു സാക്ഷ്യപ്പെടുത്തൽ ഇവിടെ നടക്കുകയാണ്. നീയോ യഹോവേ അകന്നിരിക്കരുതേ, എൻ്റെ തുണയായവനെ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. നീയോ യഹോവേ അകന്നിരിക്കരുതേ, എൻ്റെ തുണയായവനെ എന്നെ സഹായിക്കുവാൻ വേഗം വരണമേ. ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ നടത്തുന്നൊരു പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കുമൊക്കെ പ്രാർത്ഥിക്കാം. നീയോ യഹോവേ അകന്നിരിക്കരുതേ. അകന്നിരിക്കരുതേ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, എൻ്റെ ദൈവമേ നീ അടുത്തു വരണം, എൻ്റെ ദൈവമേ നീ എന്നോട് അടുത്തു വരണം. അടുത്തു വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും, പെട്ടെന്ന് വ്യർത്ഥമായി പറയുന്നൊരു വാക്കാണ്, സിമ്പിളായി പറയുന്നൊരു വാക്കാണെന്ന് തോന്നിപ്പോകും. നീ അടുത്തു വരണമേ, അകന്നിരിക്കരുതേ, അടുത്തു വരണം നീ. ദൈവം അടുത്തു വരിക എന്ന് പറയുമ്പോൾ ഒരു നിസ്സാരമായി നമ്മൾ എടുക്കരുത്. എല്ലാ ഗസ്റ്റുകളെയും നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല, എല്ലാവരെയും നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് നമുക്ക് ആഗ്രഹവുമില്ല. ചിലരെ കൊണ്ടുവരുന്നതിന് അതിൻ്റേതായ ഫോർമാലിറ്റികളൊക്കെ ഉണ്ട്, ഒരുക്കങ്ങളൊക്കെ ഒത്തിരി നടത്തണം. നമ്മളുടേതായ ജീവിത തിരക്കിനിടയിൽ എപ്പോഴും വൃത്തിയോടും വെടിപ്പോടും അടുക്കും ചിട്ടയോടൊന്നും ആയിരിക്കണമെന്നില്ല നമ്മളുടെ ഭവനങ്ങൾ. പെട്ടെന്നൊരു പ്രധാനപ്പെട്ട വ്യക്തി നമ്മളുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾക്ക് ഭയമാണ്, നൊമ്പരമാണ്, ഒരുപാട് പേടിയുണ്ടാകും. അവരെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ വീട് ഒരുങ്ങിയിട്ടില്ല, അവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് ഒന്നും കരുതിയിട്ടില്ല. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും വേദനാജനകമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പലരും പറയുന്നത് വിളിച്ചിട്ടൊന്ന് വരണേ. അതായത് വിളിച്ചിട്ട് വരുമ്പോൾ പല കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്. അത് ഭക്ഷണമായിട്ടായിരിക്കാം, ഭൗതിക ക്രമീകരണങ്ങളായിട്ടായിരിക്കാം, ഒരു മാനസിക ഒരുക്കമായിട്ടായിരിക്കാം, അങ്ങനെ പലതുമുണ്ട്. ഓരോ തലത്തിലുള്ളവരുണ്ട്. ആത്മീക പിതാക്കന്മാർ, ഭരണാധികാരികൾ, കൂട്ടുകാരുടെ സ്നേഹിതർ, നമ്മുടെ സ്നേഹിതർ, ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ. അപ്പോൾ ഓരോരുത്തരെ സ്വീകരിക്കുമ്പോൾ അതിൻ്റേതായ രീതികളുണ്ട്. ചിലർ അതിഥി സൽക്കാര പ്രിയരാ. പഴയകാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ അതിഥികൾ വന്നു കഴിഞ്ഞാൽ അവരെ താമസിപ്പിക്കുന്നതിന് യാതൊരു മടിയുമില്ലായിരുന്നു, ഭക്ഷണം കൊടുക്കുന്നതിന് മടിയില്ല. ഇന്നൊരു വ്യക്തി വന്നാൽ എപ്പോൾ അവർ പോകും, ഉടനെ അവർ പോകുമോ ഇല്ലയോ എന്നാണ് പെട്ടെന്ന് അറിയേണ്ടത്. പഴയകാലത്ത് വീട്ടിൽ സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും ഉള്ള സൗകര്യത്തിൽ അതിഥികളെയൊക്കെ നമ്മൾ സ്വീകരിക്കും. ഇന്ന് മുറികളൊക്കെ ഒത്തിരിയുണ്ട്, സൗകര്യങ്ങൾ ഒത്തിരിയുണ്ട്, ഭക്ഷണപദാർത്ഥങ്ങൾ ഒത്തിരി ഇരിപ്പുണ്ട്. എങ്കിൽ പോലും അവരെ സ്വീകരിക്കാൻ നമുക്ക് താല്പര്യമില്ല. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് ചിന്തിക്കണം, നീയോ യഹോവേ അകന്നിരിക്കരുതേ എന്ന സങ്കീർത്തനക്കാരൻ്റെ വാക്ക് നമ്മളെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. എൻ്റെ ദൈവമേ നീ അടുത്തു വരണമേ. നീ അടുത്തു വന്നാൽ നിന്നെ സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധനാണ്. നീ അടുത്തു വന്നാൽ നിന്നെ എൻ്റെ ഭവനത്തിൽ ചേർത്തുകൊള്ളാൻ ഞാൻ സന്നദ്ധനാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഞാൻ നടത്തും, തയ്യാറെടുപ്പുകൾ ഞാൻ നടത്തും. സക്കായി യേശു തമ്പുരാനെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ ഓടിച്ചെന്ന് തമ്പുരാനോട് പറഞ്ഞത്, തമ്പുരാനെ എനിക്കുള്ളതിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം.
ആരിൽ നിന്നെങ്കിലും അനീതിപരമായി ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 വീതം തിരിച്ചു കൊടുക്കാം. കർത്താവ് സക്കായിയോടൊന്നും പറയുന്നില്ല. അന്നത്തെ സമൂഹത്തിൽ സക്കായി ചുങ്കക്കാരനായിരുന്നു, ധനികനായിരുന്നു, സമൂഹത്തിൽ നിന്ന് അകന്നു ജീവിച്ചവനായിരുന്നു. ചുങ്കക്കാരനായതിനാൽ നാട്ടുകാരുടെയൊക്കെ എതിർപ്പ് വാങ്ങിച്ചവനുമായിരുന്നു. യേശുതമ്പുരാന്റെ ഉപദേശം കേട്ടപ്പോൾ അവൻ ഓടിച്ചെന്നത്, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പാർക്കണം. അവൻ യേശുവിനെ കാണാൻ കയറിയിരുന്നത് കാട്ടത്തിയിലായിരുന്നു. അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. സക്കായിക്കറിയാം, ഇത്രമാത്രം നല്ലൊരു ഗുരുവിനെ, സാക്ഷാൽ തമ്പുരാനെ താൻ സ്വീകരിക്കുന്നതിന് മുൻപ് ജനത്തിൻ്റെ മുൻപാകെ ചില സാക്ഷ്യങ്ങൾ നടത്തണം. അല്ലാത്ത പക്ഷം ഞാൻ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ സാക്ഷ്യത്തിന് വിലയില്ലാതായി വരും. ജനക്കൂട്ടം യേശുവിനെ നിന്ദിക്കും. എന്നെയല്ല നിന്ദിക്കുന്നത്, യേശുവിനെ നിന്ദിക്കും. അതുണ്ടാകാതിരിക്കാനാണ് പരസ്യമായിട്ട് പറഞ്ഞത്, രഹസ്യമായിട്ടല്ല. ഒരുപക്ഷെ സക്കായി വഞ്ചിച്ചവരും സക്കായി പിടിച്ചുപറിച്ചവരും ഒക്കെ ആ കൂട്ടത്തിലും കാണാം. അവർക്കും ഒരു മുൻകൂട്ടിയുള്ള ഒരു ഉറപ്പാണ് കൊടുക്കുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട, ഇതുവരെ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പലതും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തരാനുള്ളതുണ്ട്. നിങ്ങളിൽ ദരിദ്രന്മാരുണ്ട്, ഒരു വാഗ്ദാനം കൊടുക്കുക. അദ്ദേഹം ഒന്നും വാങ്ങിച്ചിട്ടില്ലാത്തവർക്ക് പോലും ഉള്ളതിൻ്റെ പകുതിയിൽ നിന്ന് എത്രയുണ്ടോ അത്രയും കൊടുക്കാൻ തയ്യാറാണ്. ചുങ്കക്കാരനായതുകൊണ്ട്, അധികാരിയായതുകൊണ്ട് ധാരാളം പണമുണ്ടാകാം, സ്വത്തുവകകളുണ്ടാകാം. അതിൽ നിന്ന് പകുതി ദരിദ്രർക്ക് കൊടുക്കാം. ആ കൂട്ടത്തിൽ വന്നിരിക്കുന്നവരിൽ പ്രിയമുള്ളവരെ ധാരാളം പാവങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞ സുവിശേഷത്തിൻ്റെ ഒരു വലിയ ഭൗതികമായ ഘടന, ഭൗതികമായൊരു വ്യാഖ്യാനം ആ സക്കായി നൽകുന്നത്. ആ കേട്ടവരിൽ ഒരാൾ പോലും പരസ്യമായിട്ട് അങ്ങനെ പറഞ്ഞില്ല. ഒരുവൻ പോലും കർത്താവിനെ ഭവനത്തിലേക്ക് സ്വീകരിച്ചില്ല. പണമില്ലാഞ്ഞിട്ടല്ല, വീട്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, കർത്താവിനോട് സ്വാതന്ത്ര്യമില്ലാഞ്ഞിട്ടല്ല. ഒരുത്തൻ പോലും കർത്താവിനെ സ്വീകരിച്ചില്ല. സക്കായി മാത്രമേ കർത്താവിനെ സ്വീകരിച്ചുള്ളൂ. കർത്താവിനെ മാത്രമല്ല, അവൻ്റെ സ്ലീഹന്മാരുമുണ്ട്. അപ്പം കർത്താവും 12 സ്ലീഹന്മാരും അടങ്ങുന്ന 13 പേരടങ്ങുന്ന ആ സമൂഹം, കർത്താവിനെ പിന്തുടരുന്ന സമൂഹം, അവരൊക്കെ കർത്താവിനോടൊപ്പം കാണും. വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ അതൊരു ബാധ്യതയാണെന്നറിയാം. അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുക്കങ്ങളും നടത്തണമെന്നറിയാം. യേശുവിനെ സക്കായി വീട്ടിലേക്ക് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഒരു പെട്ടെന്നുള്ള ഒരു വികാരത്തിൽ സ്വീകരിച്ചതാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം യേശുവിനെ കാണാൻ തക്കവണ്ണം പുള്ളനായവൻ മരത്തിൻ്റെ മേളിൽ കയറിയിരിക്കുകയാണ്. അപ്പം മനസ്സിൽ തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് അവൻ വന്നത്. ഇന്ന് യേശുവിനെ കാണണം, വാക്ക് കേൾക്കണം. ഒരാളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപ് ചില തയ്യാറെടുപ്പുകളൊക്കെ നടത്തണം. ഭക്ഷണകാര്യങ്ങൾ ക്രമീകരിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കണം. അപ്പം ഇവിടെ സക്കായി അതൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ധൈര്യത്തോടെ വിളിക്കുന്നത്. അവനറിയാം അത് മാത്രം പോരാ, മറ്റു ചിലതും വേണം. താൻ കൊടുക്കാമെന്ന് പറഞ്ഞ പകുതി വസ്തു, പകുതി സ്വത്ത് ഇവിടെയുള്ളവർക്കും കൊടുക്കാൻ തയ്യാറാണ് ഞാൻ. ആരോടെങ്കിലും അമിതമായി പിടിച്ചു വരച്ചിട്ടുള്ളത് 4 വീതം കൊടുത്തേക്കാം. അത്രയുമൊക്കെ സ്വത്ത് സക്കായിക്കുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതായത് പകുതി കൊടുത്തുക, ദരിദ്രർക്കാണ് പകുതി കൊടുക്കുന്നത്. ഇനിയും ഈ പകുതിയിൽ നിന്ന് 4 വീതം കൊടുക്കാൻ തക്കവണ്ണം സക്കായിക്കുണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ അവനത് കൊടുക്കാമെന്ന് പറയുകയാണ്. ഞാൻ എങ്ങനെയാണേലും കൊടുക്കും. ഓവർ ടൈം ചെയ്താണെങ്കിലും, കഷ്ടപ്പെട്ടാണേലും, മറ്റെന്തൊക്കെ പണി ചെയ്താണെങ്കിലും, ഉള്ളതൊക്കെ വിറ്റാണെങ്കിലും ഞാൻ കൊടുത്തിരിക്കും. എൻ്റെ വൈശല്യമുള്ളവരെ പ്രത്യേകിച്ച് ഓർത്തോണം. അപ്പോൾ സക്കായി യേശുവിനെ സ്വീകരിച്ചത് അങ്ങനെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകണം. എൻ്റെ കർത്താവേ, നീ എന്നോട് അകന്നിരിക്കരുതേ എന്ന് പറയുമ്പോൾ അടുത്തു വരുവാനുള്ള ഒരു വലിയ ക്ഷണമാണ്. കർത്താവേ കടന്നുവായോ, കർത്താവേ കടന്നുവായോ, നീ എൻ്റെ അടുത്തേക്ക് വരണമേ എന്നുള്ളൊരു വലിയ പ്രാർത്ഥനയുണ്ട്. കർത്താവ് ദിവ്യാഗ്നിയാണ്. നമുക്കറിയാം, സൂര്യൻ ഭൂമിയോട് അടുക്കും തോറും ചൂട് കൂടും. ഒരു നിശ്ചിത അകലത്തിലാണ് ദൈവം തമ്പുരാൻ നക്ഷത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. തീയോടടുക്കും തോറും ചൂട് കൂടും. തീയിൽ നിന്നൊരു നിശ്ചിത അകലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വലിയ തീക്കുണ്ടമൊക്കെ ഒരുക്കുമ്പോൾ ആദ്യം അടുത്തു നിന്ന് നമ്മൾ ഊതും. അത് തീ ആളി കത്തി വരുംതോറും മനുഷ്യൻ അകന്നകന്നു പോകും. ദൈവം ദിവ്യാഗ്നിയാണ്, ദൈവം പ്രകാശമാണ്. അവൻ അടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ചൂടിനെ അതിജീവിക്കുവാനുള്ള ചില തയ്യാറെടുപ്പുകൾ നടത്തിയേ പറ്റത്തുള്ളൂ. നമ്മൾക്കറിയാം പ്രിയമുള്ളവരെ, ഓർത്തോണം, ചിലരോടൊക്കെ അടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാകട്ടെ, വലിയ ബുദ്ധിമുട്ടാണ്.
നല്ല ചിട്ടയിലും നല്ല പ്രാർത്ഥനയിലും നല്ല വിശുദ്ധിയിലുമൊക്കെ ജീവിക്കുന്നവരോടൊപ്പം നമുക്ക് ജീവിക്കാൻ പ്രയാസമാണ്, വളരെ എളുപ്പമൊന്നുമല്ല. കാരണം അവരുടെ പ്രാർത്ഥനാ ജീവിതം അത് നമ്മൾ പിന്തുടർന്നേ പറ്റത്തുള്ളൂ. അവരുടെ സത്യസന്ധത അത് പിന്തുടർന്നേ പറ്റത്തുള്ളൂ. അവരുടെ ജീവിതശൈലികൾ നമ്മുടെ ശൈലികളുമായിട്ടൊക്കെ ഒത്തിരി അകന്നതാണ്. ഒരുപക്ഷെ നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക രീതിയിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ള രീതിയിൽ ജീവിച്ചു പോകുന്നത് കൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മറ്റുള്ളവരെ കബളിപ്പിച്ചാണെങ്കിലും കള്ളത്തരം പറഞ്ഞാണെങ്കിലും ഒക്കെ ജീവിക്കുന്നതിന് കുഴപ്പമില്ല. സന്തോഷ് ജോർജ് സഞ്ചാരമെന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നിങ്ങളൊക്കെ കണ്ടു കാണും. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ട ഒരു വാചകം ഇപ്രകാരമാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഇൻ്റർവ്യൂ നടത്തിയ ആൾ ചോദിക്കുന്നു, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ ഈ ഒരു മലയാളിയായി ജീവിക്കുന്നതിൽ നിങ്ങൾക്ക് അഭിമാനമുണ്ടോ താല്പര്യമുണ്ടോ എന്ന്. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, രണ്ടാം ജന്മത്തെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഒരു രീതിയിൽ പറഞ്ഞാൽ ഇനിയും ഒരു ജന്മമുണ്ടെങ്കിലും ഞാനൊരു മലയാളിയായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പല രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ട് മറ്റെവിടെങ്കിലും ഇനിയും ജനിക്കണമെന്നാണോ ആഗ്രഹമെന്ന് വീണ്ടും ചോദിച്ചപ്പോൾ അല്ല, എനിക്ക് മലയാളിയായിട്ട് തന്നെയാണ് ജീവിക്കാൻ ആഗ്രഹം. അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം വളരെ രസാവഹമായിട്ട് പറഞ്ഞത്, കാരണം അല്പസ്വല്പം ഉടായ്പ് കാണിച്ചും അല്ലെങ്കിൽ പുറമോടിയൊക്കെ കാണിച്ചും ഇങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു സാമട്ടിൽ ജീവിച്ചു പോകാൻ പറ്റിയൊരു നാട് നമ്മുടെ നാടാണ്. അന്യരാജ്യത്തൊന്നും ചെന്ന് അന്യ സംസ്കാരത്തിൽ ചെന്ന് ഈ ഉടായ്പകളും ഈ സാമട്ടിലുള്ള ജീവിതമൊന്നും പറ്റത്തില്ല. കാരണം നമ്മളുടെ മലയാളികളാണെങ്കിലും വിദേശത്തൊക്കെ പോയി നന്നായിട്ട് ജോലി ചെയ്യും. അവിടെ ഇതുപോലെ വ്യർത്ഥമായി ജീവിക്കാനോ വ്യർത്ഥമായി രാഷ്ട്രീയ ലേബലിൽ ജീവിക്കാനോ കൈ നനയാതെ മീൻ പിടിക്കാനോ ഒന്നും പറ്റുന്ന രീതിയില്ല. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ അതൊരു തമാശ ആണെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊക്കെ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ഭക്തരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്. നമുക്കതൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു സോഷ്യൽ സെറ്റപ്പിൻ്റെ വകയായിട്ടാണ് നമ്മളിതിനെയൊക്കെ കാണുന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്, അല്ലാതെ ആത്മാർത്ഥതയുടെ ഭാഗമായിട്ടൊന്നുമല്ല. പലപ്പോഴും ക്രിസ്ത്യാനി എന്ന് പറയുന്നതും വിശ്വാസി എന്ന് പറയുന്നതും മനുഷ്യസ്നേഹി എന്ന് പറയുന്നതും ഇതൊക്കെ നമ്മുടെ ഒരു പൊന്തിഫിക്കൽ സെറ്റപ്പാണ്. ചാരിറ്റി കൊടുക്കുന്നു എന്ന് പറയുന്നതും അതും ഒരു പുറമോടിയാണ്. ചില കാര്യങ്ങളൊക്കെ ചിലർ പറയും ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, പല മാധ്യമങ്ങളിലൂടെ ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ സെറ്റപ്പിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കാണാൻ ആഗ്രഹം. ഞാൻ ചെയ്യുന്നു, ആരൊക്കെയോ യാചകരെ പോലെ വാങ്ങിക്കുന്നു, മറ്റാരൊക്കെയോ കൊടുക്കുന്നവന് പേരില്ല, വാങ്ങുന്നവൻ അവഹേളിതനാകുന്നു, ഇടയ്ക്ക് നിൽക്കുന്നവൻ പേരെടുക്കുന്നു. ഇന്നത്തെ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമിതാ. അതിനപ്പുറമായ ചില തലങ്ങൾ വേണം. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മളോട് അടുത്ത് വരിക, എൻ്റെ ദൈവം എന്നോട് അടുത്ത് വരിക, അകന്നിരിക്കരുതേ എന്ന് പറയുമ്പോൾ, അടുത്ത് വരിക എന്ന് പറയുമ്പോൾ തമ്പുരാൻ ഈ പറയുന്ന കോപ്രായങ്ങളൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഈ പറയുന്ന അനുഭവങ്ങളൊന്നും കർത്താവിന് ഇഷ്ടമില്ല. അവൻ ആഗ്രഹിക്കുന്നത് വേറെ ചില കാര്യങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാട്ട് വുഡ് ജീസസ് ഡു എന്ന ചിന്തയിലൂടെ ഇൻ ഹിസ് സ്റ്റെപ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ചാൾസ് ഷെൽഡൻ പങ്കുവെക്കുന്ന ഒരു അനുഭവമുണ്ട്. ഞാൻ ക്രിസ്തുവായിരുന്നെങ്കിൽ, ക്രിസ്തു എന്നിൽ വസിച്ചെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വാട്ട് വുഡ് ജീസസ് ഡു? ദൈവം എന്നിലൂടെ എന്ത് ചെയ്യും? ഞാൻ ദൈവത്തിൻ്റെ മനസ്സുള്ളവനാണെങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ചിന്താധാരയായിരുന്നത്. അനേകർക്ക് ഉപദേശം കൊടുത്തിട്ടുള്ള ഒരു പ്രഭാഷണ വിഷയമായിരുന്നു, ജീവിതശൈലിയായിരുന്നു. ഞാൻ ക്രിസ്തുവായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഒരു അധ്യാപകനിത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു രാഷ്ട്രീയക്കാരനിത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു റിട്ടയർഡ് ലൈഫിലായിരിക്കുന്നവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു സമ്പന്നനിത് കേൾക്കുന്നുണ്ടെങ്കിൽ, ചാരിറ്റി പ്രവർത്തകനിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ ക്രിസ്തുവായിരുന്നെങ്കിൽ ക്രിസ്തു എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ക്രിസ്തു ഒരു അധ്യാപകനായിട്ട്, ഞാനൊരു അധ്യാപകനാണ്, ക്രിസ്തുവാണ് എന്നിലുള്ളതെങ്കിൽ, ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നവനെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും പഠിപ്പിക്കുന്നത്? ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ഞാൻ ഏത് രീതിയിൽ വർക്ക് ചെയ്യും? ഒരു ഡോക്ടറാണെങ്കിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കും? ഒരു ടെക്കി ആണെങ്കിൽ ഞാൻ എങ്ങനെ വർക്ക് ചെയ്യും? എൻ്റെ സമീപനം എന്താകും? കാരണം ദൈവത്തിൻ്റെ ഒരു ടച്ചോടുകൂടി തന്നെ ചെയ്യും. ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്? പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുമായിരുന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ അഭിമാനക്ഷതം എന്ന് പറയുന്നത് ആത്മഹത്യയെക്കാളും
കൊലപാതകത്തെക്കാളും കഠിനമാണ്. ഒരു മനുഷ്യൻ്റെ മുൻപാകെ നമ്മളൊരു കാര്യം ചെയ്തു കൊടുത്തു എന്നുള്ള രീതിയിൽ പരസ്യമാക്കുകയാണെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അവനെ അവഹേളിക്കും. എനിക്ക് പരിചിതനായ ഒരു വ്യക്തിയുടെ ഒരു അനുഭവം. ഒരു കാലത്ത് ചില സഹായങ്ങളോടുകൂടിയൊക്കെ ഒരു ഭവനം ആ വ്യക്തിക്ക് പണിഞ്ഞു കിട്ടി. പിന്നീട് പല രീതിയിലും അവരത് പുതുക്കി പണിഞ്ഞ് നല്ലതാക്കി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ സൗകര്യങ്ങളൊക്കെ വന്നപ്പോൾ അവരാദ്യം ചെയ്തത് ആ പഴയ മണം പൂർണ്ണമായി മാറുവാൻ വേണ്ടി ദൈവകൃപയിൽ നല്ലൊരു ഭവനം വെച്ചു എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും അത് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത അതാണ്. സമൂഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത്, അതായത് അഭിമാനക്ഷതം വരുത്തിക്കൊണ്ട് നന്മ ചെയ്തു എന്ന് കാണിക്കാൻ ആഗ്രഹം. കർത്താവ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ ഇതൊന്നും നടക്കത്തില്ല പ്രിയമുള്ളവരെ. തമ്പുരാൻ ഇത്തരത്തിലുള്ള ചൊറിച്ചിലുകളൊന്നും ഇഷ്ടമില്ല. കർത്താവ് ചോദിക്കും. അങ്ങനെയുള്ളവരോട് ചേരുന്നതും അടുക്കുന്നതും ഒക്കെ ലജ്ജാവഹമാണ്. ചില നല്ല മനുഷ്യരെ എനിക്കറിയാം. ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. ഉദ്ഘാടന മഹാമഹമില്ല, ആഘോഷങ്ങളില്ല, ചിലതിനൊന്നും പത്രമാധ്യമങ്ങളിലൂടെയുള്ള തിരുതലിക്കലില്ല, താക്കോൽദാനങ്ങളില്ല, ഇതൊന്നുമില്ലാത്ത കുറേ നല്ല മനുഷ്യരുണ്ട്. മാർത്തോമാ സഭയിലെ മോത്തി വർക്കിയച്ഛൻ, ജിജോ അച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛനെക്കുറിച്ച് എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടത്. 250-ലധികം ഭവനങ്ങൾ പണിഞ്ഞു കൊടുത്ത ഒരു അച്ഛനാണ്. പരിസ്ഥിതി സൗഹൃദ വീടുകൾ. ആ വീടുകൾ പണിഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ, താക്കോൽ കൊടുത്തു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, അവിടെ താക്കോൽ ദാനമില്ല, ഉദ്ഘാടനമില്ല, കുറ്റിയടിക്കലില്ല, ഒന്നുമില്ല. അവിടെ ആകെയുള്ളത് അതെല്ലാം ഒരു കുമ്പസാരം പോലെ രഹസ്യമാണ്. ഒരു ആരാധന പോലെയാണ് ആ കർമ്മം. അതുകൊണ്ട് തന്നെ ആ ആരാധന പോലെയുള്ള കർമ്മത്തിന് അത് അർപ്പിക്കപ്പെടുന്നത് ബലിവേദിയിലാണെന്നുള്ള വിശ്വാസത്തോടെ ഒരു വലിയൊരു സമർപ്പണം അവിടെ നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകണം പ്രിയമുള്ളവരെ. വിമർശനത്തെക്കാൾ ഉപരി സ്വയമായി ഞാനെന്ന വ്യക്തിയെ ഉൾപ്പെടെ, എൻ്റെ സഹോദരങ്ങളെ ഉൾപ്പെടെ തിരിച്ചറിയുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കണം. വീണ്ടും ഓർത്തോണം, നീയോ യഹോവയെ അകന്നിരിക്കരുത് എന്ന് പറയുമ്പോൾ ദാവീദ് പറയുന്നത്, മനസ്സുകൊണ്ട് പറയുന്നത്, നമ്മളും പറയേണ്ടത്, എൻ്റെ ദൈവം അടുത്തു വരണം. എൻ്റെ ദൈവം അടുത്തു വരുമ്പോൾ ചില പ്രത്യേകമായ അനുഭവങ്ങളുമായിട്ടാണ് വരുന്നത്. ദൈവത്തിന് താല്പര്യമുള്ളവരൊക്കെ നമ്മളെ സമീപിച്ചെന്നിരിക്കും. പുണ്യവാന്മാരും നിർമ്മലന്മാരും വിശുദ്ധന്മാരും ഒക്കെ അവനെ അനുയാത്ര ചെയ്തെന്നിരിക്കും. അവരെയും കൂടെ നമ്മൾ സ്വീകരിക്കണം. കർത്താവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ നിറവിലേക്ക് പോകുക എന്നാണ് അർത്ഥം. വിശുദ്ധിയുടെ പൂർണ്ണതയിലെത്തുക എന്നർത്ഥം. അതിനുവേണ്ടിയുള്ളൊരു നല്ല സമർപ്പണത്തിലാണ് നിങ്ങൾ ഞാനുമൊക്കെ എത്തിച്ചേരേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു അനുഭവത്തിൻ്റെ പൂർണ്ണതയാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. അത് ദൈവമുഖത്തേക്ക് നോക്കി നാം പ്രാപിക്കണം. എൻ്റെ ദൈവമേ എന്നോടടുത്തു വരണമേ, എൻ്റെ ദൈവമേ എന്നോടടുത്തു വരണമേ, അങ്ങ് രാജാവായിട്ട് വാഴണമേ, ഹൃദയത്തോട് സംസാരിക്കണമേ. എൻ്റെ ദൈവം എന്നോടടുത്ത് വരുമ്പോൾ ദൈവത്തോട് എനിക്ക് സംസാരിക്കാൻ ഒത്തിരിയുണ്ട്. എൻ്റെ ദൈവത്തിനും ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ, കണ്ടാലും ഞാൻ വാതിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ആ ഒരു അനുഭവം ശ്രദ്ധേയമാണ്. എൻ്റെ തുണയായവനെ എന്നെ സഹായിക്കുവാൻ വേഗം വരണമേ. എത്ര ഹൃദ്യമായിട്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ തുണയായവനെ, എൻ്റെ തുണയായവനെ. ദൈവത്തെക്കുറിച്ച് ഒരുപാട് ആട്രിബ്യൂഷൻസ് പറയാറുണ്ട്. ഇവിടെ പറയുന്നത് എൻ്റെ തുണയായവനെ. അത് എനിക്ക് തുണ അവനേ ഉള്ളൂ. അവനല്ലാതൊരു തുണയില്ല. ബാക്കി തുണകളൊക്കെ പേരിന് വേണ്ടി മാത്രമാണ്. എൻ്റെ തുണയായവനെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എൻ്റെ തുണയായവനെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ. ദൈവത്തെക്കുറിച്ച് കാരുണ്യവാനും മനസ്സലിവുള്ളവനെന്നും അത്യുന്നതനെന്നും സർവശക്തനെന്നും ഒക്കെ പറയുന്നുണ്ട്. എങ്കിലും എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള സാക്ഷ്യമാണ്, അവൻ എൻ്റെ തുണയാണ്, എൻ്റെ തുണയാളിയാണ്, എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് ബാക്കിയുള്ളവരെയൊക്കെ തുണയാളിയാണെന്ന് നമ്മൾ പറയാറുണ്ട്, തുണയ്ക്കുന്നവരെന്ന് പറയാറുണ്ട്. എന്നാലും ദൈവത്തിൻ്റെ അത്രയും ആരെങ്കിലും തുണയ്ക്കുമോ?
അവനെപ്പോലെ താങ്ങാനുള്ളവരാരും ആരെങ്കിലും ഉണ്ടോ വേറെ? അവനിൽ നമുക്ക് മാറിൽ ചാരാം, അവനോട് ചേർന്ന് നിൽക്കാം. തുണയെനിക്കേശുവാ, കുറവിനിയില്ലതാൽ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവാ, കുറവിനിയില്ലതാൽ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ആ തുണയാളിയായ ദൈവത്തെ ഹൃദയത്തോട് ചേർക്കാം. കാരണം നമ്മളിത് പറഞ്ഞല്ലോ, ഇന്നത്തെ ആധുനിക വേദശാസ്ത്രങ്ങളും ആധുനിക എഴുത്തുകളും ചിന്താധാരകളുമൊക്കെ ദൈവത്തിന് പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുമ്പോഴും ഒരു വിശ്വാസിക്ക് ദൈവത്തെ സംബന്ധിച്ച്, ഭക്തന് ദൈവത്തെ സംബന്ധിച്ച് അവൻ്റെ മനസ്സിൽ ഉരുവാകുന്ന വാക്കുകളിലൂടെ അവന് പ്രാർത്ഥിക്കാം. എൻ്റെ തുണയായവനെ എന്നെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ എനിക്ക് യാതൊരു ഭാഗത്തും തുണയില്ല, അഭയമില്ല, ആശ്രയമില്ല, ചാരാനാരുമില്ല, തുറന്നു പറയാനാരുമില്ല. നീ എൻ്റെ തുണയെന്ന് പറയുമ്പോൾ എല്ലാമാണ്. ഭാര്യയുണ്ടെങ്കിലും ഭർത്താവുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ബന്ധുമിത്രാദികളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ തുണ നീയാണ്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു തുണയാണ്, ഒരു പിന്തുണയാണ് വേണ്ടത്. നിനക്കാര് പിന്തുണയുണ്ടെന്ന് ചോദിക്കുന്ന ലോകത്തിൽ, ആരും പിന്തുണ എനിക്കില്ല എന്ന് പരാതികൾ പറയുന്ന ലോകത്തിൽ, ദൈവം നിന്നോടൊപ്പം ഉണ്ട് മകനെ മകളെ എന്ന് പറയാനും പഠിപ്പിക്കാനും സാധിക്കണം. അവൻ പിന്തുണച്ചു കഴിഞ്ഞാൽ ആരുടെയും പിന്തുണ വേണ്ട, സ്വാധീനം വേണ്ട. എൻ്റെ ദൈവം പിന്തുണച്ചു കഴിഞ്ഞാൽ അതിനപ്പുറമായൊരു അനുഭവം വേണ്ട. ആ അനുഭവം തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.